ഞാൻ ഈ ഹോം ഡെക്കർ വീഡിയോ ചെയ്ത സമയത്ത് കുറച്ച് പില്ലോ കേസസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഹോം ഡെക്കറിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സോഫയിലും അല്ലാതെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് ചെറിയ പില്ലോസ് ആണ്. അപ്പോൾ ഇത് ഞാനൊരു സൈറ്റിൽ നിന്നാണ് വാങ്ങിയത്. അപ്പം ടോട്ടലി 5 പില്ലോസ് ആണ് എനിക്ക് ഒരൊറ്റ പാക്കിൽ കിട്ടിയിട്ടുള്ളത്. ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബീച്ച് കളറാണ് ഈ ഒരു പില്ലോസിന് വരുന്നത്. അപ്പം എല്ലാം വാക്യൂം ഫിൽഡ് ആയിട്ടുള്ള പില്ലോസ് ആണ്. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 എണ്ണമാണ് ഒരു പാക്കിൽ കിട്ടുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇവർ എഴുതിയിരിക്കുന്ന പോലെ ഇത് വാക്യൂം പാക്ഡ് ആണ്. അപ്പോൾ നമ്മൾ ഇത് അൺപാക്ക് ചെയ്തതിന് ശേഷം ഒരു 10 to 15 മിനിറ്റ്സ് നമ്മളത് സാധാ പോലെ ഇങ്ങനെ പ്ലേസ് ചെയ്യണം. അതുകൂടാതെ നമുക്ക് ജസ്റ്റ് ഹാൻഡ്സ് കൊണ്ട് ഇങ്ങനെ ഒരു റീഫ്ലഫ് ചെയ്യുന്ന പോലെ ചെയ്താലും മതി. അപ്പം അല്ലാതെ തന്നെ ഒറിജിനൽ ഷേപ്പിലേക്ക് ഇത് തിരിച്ചു വരും. അതായത് നമ്മൾ ജസ്റ്റ് ഈ ഒരു കവറിൻ്റെ പുറത്തേക്ക് എടുക്കുമ്പോഴത്തേനും ഇത് ഒറിജിനൽ ഷേപ്പിലേക്ക് തന്നെ ആവും. അങ്ങനെ 10 to 15 മിനിറ്റ്സിൻ്റെ ആവശ്യമൊന്നുമില്ല. അതുകൂടാതെ ഇവർ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. അതായത് ഒരു എന്താ പറയുക ഡിസൈഡ് ഷേപ്പ് കിട്ടണമെങ്കിൽ 50 മിനിറ്റ്സ് വേണമെന്നൊക്കെ. ആൻഡ് ഇതിൻ്റെ സൈറ്റ് www.delisa.com ആണ്. അപ്പോൾ ആ ഒരു സൈറ്റിൽ നിന്നാണ് ഞാൻ ഈ പില്ലോസ് വാങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 2 ഇയേഴ്സായി ഒരു പ്രശ്നവും ഇല്ലാതെ നല്ല ക്ലീൻ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് അങ്ങനെ എൻ്റെ ഒരു സൈസിനോ ഒരു ഷേപ്പിനോ ഒരു ചേഞ്ചും ഇല്ലാതെ തന്നെ ഇത് സ്റ്റേ ചെയ്യുന്നുണ്ട്. ഷോപ്പേഴ്സ് ഫോർച്യൂൺ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെയാണ് ഈ ഒരു പില്ലോ കവേഴ്സ് വരുന്നത്. പൊതുവേ സ്ക്വയർ ഷേപ്പുള്ള പില്ലോസിനൊക്കെ യൂസ് ചെയ്യുന്ന പില്ലോ കവേഴ്സ് ആണ്. അപ്പം പല സൈസിൽ അവൈലബിൾ ആണ്. ഞാൻ 16 ഇഞ്ചിൻ്റെ ആണ് വാങ്ങിയത്. അപ്പം ഒരു സെറ്റിൽ തന്നെ 5 പില്ലോ കവേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫയിൽ ഇടുന്നതോ അല്ലെങ്കിൽ കാറിൽ യൂസ് ചെയ്യുന്ന പില്ലോസോ അല്ലെങ്കിൽ ബെഡിൽ യൂസ് ചെയ്യുന്ന പില്ലോസിനൊക്കെ ഇടാൻ പറ്റിയ ഒരു പില്ലോ കവറാണിത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങനെ നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള പില്ലോ കവേഴ്സ് ആണ്. ഇതിൻ്റെ പ്രിൻ്റ് ആണെങ്കിലും HD പ്രിൻറ്റിംഗ് ആണ് വരുന്നത്. നമുക്ക് ഈസിലി വാഷ് ചെയ്യാൻ പറ്റും. നോൺ അലർജിക് ആണ്, അതുപോലെ നോൺ സ്റ്റാറ്റിക് ആണ്. അങ്ങനെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ലാത്തൊരു എന്താ പറയുക പില്ലോ കവറാണിത്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയലിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീമിയം കോട്ടൺ ഫീൽ ഫാബ്രിക് ആണ്. ആൻഡ് ഇതിൻ്റെ ബാക്ക് സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീമിയം സാറ്റിൻ ഫാബ്രിക് ആണ് വരുന്നത്. പിന്നെ നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാലും പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അപ്പം പിന്നെ വെയിറ്റ് ആണെങ്കിലും വളരെ 500 ഗ്രാംസ് മാത്രമേ വെയിറ്റ് വരുന്നുള്ളൂ. നമുക്ക് ഹോം ഡെക്കറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു പില്ലോ കവേഴ്സ് ആണ്. ഈ ഒരു സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ പല ഡിസൈനിലുള്ള പില്ലോ കവേഴ്സ് അവൈലബിൾ ആണ്. ഞാൻ കുറച്ചൊരു വീടിൻ്റെയൊക്കെ ഒരു ഡ്രോയിങ് വരുന്ന പോലത്തെ പ്രിൻ്റാണ് ചൂസ് ചെയ്തത്. ഫ്ലവേഴ്സിൻ്റെയും അങ്ങനെയുള്ള അല്ലെങ്കിൽ ടെക്സ്ചേഴ്സ് പോലുള്ള അങ്ങനെ പല ഡിസൈൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് സെക്ഷനിലും ഇടുന്നതായിരിക്കും. അപ്പം 16 ഇഞ്ചിൻ്റെത് 869 റുപ്പീസിനാണ് എനിക്ക് കിട്ടിയത്. പിന്നെ ഇതിൻ്റെ ക്ലോഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിപ്പർ ക്ലോഷർ ആണ് വരുന്നത്. ആൻഡ് ഓൾസോ ഈ സിപ്പർ ക്ലോഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിഡൻ ആയിട്ടുള്ള സിപ്പ് ആണ് വരുന്നത്. നമുക്കങ്ങനെ പുറമേ കാണാൻ പറ്റില്ല. അപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഞാൻ ഓൾമോസ്റ്റ് 1.5 years ആയിട്ട് യൂസ് ചെയ്യുന്നു. ഒരു അങ്ങനെ കീറലോ അല്ലെങ്കിൽ തുണിൽ വിട്ട് പോവോ അങ്ങനെ ഒരു ഇഷ്യൂസും ഉണ്ടായിട്ടില്ല. മെഷീൻ വാഷിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പില്ലോ കവറാണിത്. പിന്നെ ഇതിൻ്റെ കളർ ആണെങ്കിലും നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാലും അങ്ങനെ ഒരു ഫെയ്ഡിങ്ങോ ഒന്നുമില്ല. ഇപ്പോഴും പഴയ പോലെ തന്നെ നല്ല കളർഫുൾ ആയിട്ട് നല്ല ബ്രൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഓവറോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ചോയ്സ് ആണിത്. ഹോം ഡെക്കറിന് മാത്രമല്ല നമുക്കിപ്പം കോഫി ഷോപ്സ് അങ്ങനെയുള്ള ഏരിയാസ് ഒക്കെ ഡെക്കറേറ്റ് ചെയ്യണമെങ്കിലും നമുക്ക് ഈ ഒരു പില്ലോ കവർ ചൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഈ ഒരു ഡിസൈൻ മാത്രമല്ല പല വെറൈറ്റീസ് ഓഫ് ഡിസൈൻസ് അവൈലബിൾ ആണ്. ഒരു മൾട്ടി ഫംഗ്ഷൻ വാൾ മൗണ്ടഡ് സ്റ്റോറേജ് ബോക്സ് ആണ്. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. ഈ ഒരു സ്റ്റോറേജ് ബോക്സിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ സ്പേസ് സേവിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് ബോക്സ് ആണ്. ആൻഡ് ഓൾസോ ട്രാൻസ്പെറൻറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഐറ്റംസ് ഒക്കെ നമുക്ക് നല്ല ക്ലിയർ വിസിബിലിറ്റി കിട്ടും. നമുക്കിങ്ങനെ ഓരോരോ പാർട്ടീഷൻസ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ നമുക്ക് ഓരോരോ സാധനങ്ങൾ വെക്കാം. അപ്പോൾ ഇന്നർവെയർസ്, ബെൽറ്റ്സ്, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക സ്ക്രഞ്ചീസ് വെക്കാം. അല്ലെങ്കിൽ നമുക്ക് കിച്ചണിൽ നമുക്ക് സ്പൈസസ് ഒക്കെ വെക്കാൻ പറ്റിയ ഒരു വാൾ മൗണ്ടഡ് ആയിട്ടുള്ള സ്റ്റോറേജ് ബോക്സ് ആണിത്. വാൾ മൗണ്ടഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡ്രില്ലിങ്ങോ അല്ലെങ്കിൽ നെയിൽസോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മൾ വാളിൽ ഒട്ടിക്കാൻ പറ്റുന്ന സ്റ്റിക്കറാണ് യൂസ് ചെയ്യുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റിക്കർ വാൾ ടേപ്പ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ടോട്ടലി എത്ര സ്പേസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. 6 പാർട്ടീഷൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് സ്പേസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പാർട്ടീഷൻസ് ഒക്കെ റിമൂവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമുക്ക് സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് ഓൾസോ നമ്മൾ നോക്കുകയാണെങ്കിൽ മെറ്റീരിയൽ വരുന്നത് പ്ലാസ്റ്റിക് ആണ്. നല്ല ക്ലിയർ ആയിട്ടാണ് ഈ ഒരു മെറ്റീരിയൽ ഇരിക്കുന്നത്. 99 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോറേജ് ബോക്സിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ലൈഡ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പം വളരെ ഈസി ആയിട്ട് അങ്ങനെ വലിയ സ്പേസ് കൺസ്യൂം ചെയ്യുന്നൊന്നും അല്ലാത്ത രീതിയിൽ നമുക്ക് എവിടെ വേണേലും മൗണ്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റോറേജ് ആണ്. അപ്പോൾ നമുക്ക് ഇന്നർവെയർസും അങ്ങനെയുള്ള കാര്യമൊക്കെ ആകുമ്പോൾ നമുക്കധികം ക്ലോസറ്റിൽ തന്നെ നമുക്കിത് വാൾ മൗണ്ട് ചെയ്ത് വെക്കാവുന്നതാണ്. ഈ കിച്ചണിലാണെങ്കിലും നമ്മൾ കൗണ്ടർ ടോപ്പിൻ്റെ ഒക്കെ അടുത്തായിട്ട് നമുക്കിത് വാളിൽ മൗണ്ട് ചെയ്ത് വെക്കാവുന്നതാണ്. പല കളേഴ്സിൽ അവൈലബിൾ ആണ്. ഞാൻ ബ്ലൂ ആണ് ചൂസ് ചെയ്തത്. ഗ്രീൻ കളർ ഓൾസോ ഇത് അവൈലബിൾ ആണ്. ഇതിൻ്റെ ആക്ച്വൽ റേറ്റ് വരുന്നത് 399 റുപ്പീസ് ആണ്. ചെയ്യുന്ന അവിടെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും നമ്മൾ ഫിറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ അത് വലിക്കുന്ന സമയത്ത് വേറെ ഒന്നിനും ഡിസ്റ്റർബൻസ് ഇല്ലാതെ നമുക്ക് അതിനകത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ എടുക്കാൻ പറ്റുന്നത്. ഓരോന്നും എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് നോക്കാം. സിംഗിൾ കോട്ട് ബെഡിനെ പറ്റിയൊരു ബെഡ്ഷീറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. അപ്പം ഈ ഒരു ബെഡ്ഷീറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ മുന്നേ ഞാൻ ചെയ്തൊരു ബെഡ്ഷീറ്റിൻ്റെ വീഡിയോയിൽ കൂടെ പില്ലോ കവേഴ്സും കൂടി കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് ജസ്റ്റ് ബെഡ്ഷീറ്റ് മാത്രമേ ഉള്ളൂ. ആൻഡ് വിതൗട്ട് എനി പ്രിൻറ്റ് ഒരു ഡിസൈനോ അങ്ങനെ ഒന്നുമില്ല. അത് വെറും പ്ലെയിൻ ആയിട്ടുള്ള ഒരു ക്രീം കളർ ആണ് ഈ ഒരു ബെഡ്ഷീറ്റ് വരുന്നത്.
അപ്പം അത്യാവശ്യം നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ്. സിംഗിൾ കോട്ടിന് പറ്റിയതാണെങ്കിൽ കൂടിയും കുറച്ചും കൂടി നല്ല എന്താ പറയുക വീതിയും ലെങ്ത്തും ഉള്ളതാണ്. അതുകൊണ്ട് കുറച്ച് ബാക്കിയായിട്ട് വരും. എന്ത് പറഞ്ഞാലും എനിക്ക് നല്ലൊരു മെറ്റീരിയലായിട്ടാണ് തോന്നിയത്. അപ്പം ഓൾമോസ്റ്റ് ഒരു 2 ഇയേഴ്സിനടുത്തായി, അങ്ങനെ ഒരു പ്രശ്നവും. പിന്നെ കഴുകിക്കഴിഞ്ഞാലും പെട്ടെന്ന് ഉണങ്ങും. കാരണം പ്യുവർ കോട്ടൺ അല്ല, കുറച്ചൊരു പോളിസ്റ്റർ ബ്ലെൻഡ് വരുന്ന ഒരു ടൈപ്പ് ഒരു മെറ്റീരിയലാണ്. പക്ഷേ എന്നാലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ബെഡ്ഷീറ്റാണ്. ഹോൾസിലൊക്കെ ജസ്റ്റ് കേട്ടൺ ഒരു ഡെക്കറേഷൻ പോലെയൊക്കെ നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ പറ്റിയിട്ടുള്ള ഒരു ടൈപ്പ് കേട്ടനാണിത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ലൈറ്റ് ഒന്നും ബ്ലോക്ക് ചെയ്യില്ല. നമുക്കറിയാം ബെഡ്റൂം ഒക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് കട്ടിയുള്ള ഒപ്പേക്കായിട്ടുള്ള കേട്ടൻസ് ആണ് നമ്മൾ ചൂസ് ചെയ്യുക. പക്ഷേ ഹോൾ എന്നൊക്കെ പറയുമ്പം അത്യാവശ്യം വെളിച്ചമൊക്കെ എപ്പോഴും കിട്ടേണ്ട ടൈപ്പ് ഒരു ഏരിയ ആണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ജസ്റ്റ് ഒരു ഇൻറ്റീരിയർ ഡെക്കർ പോലെയൊക്കെ നമുക്ക് ജസ്റ്റ് പ്ലെയിൻ ആയിട്ടുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കേട്ടൺ ആവശ്യമുള്ളവർക്ക് ഈ ഒരു കേട്ടൺ ചൂസ് ചെയ്യാം. പിന്നെ കളർ കോമ്പിനേഷൻ ആണെങ്കിലും എനിക്ക് ഇഷ്ടമായി. കാരണം ഒരു ഗ്രേഡിയൻ്റ് ആണ് വരുന്നത്. മേലെ വൈറ്റും താഴോട്ട് വരുമ്പം ഒരു ഇളം പച്ച കളർ, അതായത് ലീഫി ഗ്രീൻ കളറാണ് വരുന്നത്. അപ്പോൾ നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. ഓവറോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള ഹോമൊക്കെ ഒന്ന് സിമ്പിളായിട്ട് എലഗൻ്റ് ആയിട്ടൊക്കെ കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കേട്ടൺ ആണിത്. പോളിസ്റ്റർ ആണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത്. പിന്നെ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നു, അങ്ങനെ കീറിപ്പോവൊന്നും ചെയ്തിട്ടില്ല. പിന്നെ മെഷീൻ വാഷ് ആണെങ്കിലും നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കേട്ടൺ തന്നെയാണ്. അങ്ങനെ പെട്ടെന്ന് ചെളി പിടിക്കുന്ന അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഒന്നുമില്ല. ബെഡ്റൂമിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കേട്ടനാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കേട്ടൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു കേട്ടൺ അല്ല. പിന്നെ അത്യാവശ്യം ഡിസൈൻ ഉണ്ട്, അതായത് ഒരു സ്റ്റാറിൻ്റെ ഡിസൈനാണ് വരുന്നത്. നമുക്ക് 2 സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടാം. ഒരു സൈഡ് കംപ്ലീറ്റ്ലി ഒരു പ്ലെയിൻ വൈറ്റും അതിനകത്തൊരു ഗ്രേ കളർ സ്റ്റാറും ആണ് വരുന്നത്. ഇപ്പുറം സൈഡ് നമുക്കൊരു നൈറ്റ് സ്കൈൻ്റെ ഒരു ഫീലാണ് വരുന്നത്. അപ്പം രാവിലെയൊക്കെ എണീറ്റിരിക്കുന്ന സമയത്ത് അധികം വെളിച്ചൊന്നും റൂമിലേക്ക് വരാത്ത രീതിയിൽ, എന്നാൽ റൂം അങ്ങനെ ഡാർക്ക് ആക്കാത്ത രീതിയിൽ കീപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കേട്ടനാണിത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് റൈറ്റിംഗ്സ് ഒക്കെ ഉണ്ട്. യു ആർ മൈ സൺ, മൈ മൂൺ ആൻഡ് ഓൾ മൈ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. പിന്നെ നമുക്ക് കഴുകാനാണെങ്കിലും പെട്ടെന്ന് ചെളിയും പോവും, അതേപോലെ തന്നെ പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും. ജസ്റ്റ് ഒരു ഡേ കൊണ്ട് തന്നെ ഉണങ്ങി കിട്ടും. അങ്ങനത്തെ ഒരു ഡിഫിക്കൽട്ടീസോ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. പിന്നെ മെറ്റീരിയൽ ആണെങ്കിലും അത്യാവശ്യം കട്ടിയുള്ള ഒരു മെറ്റീരിയലാണ്. പക്ഷെ അങ്ങനെ വെയിറ്റ് ഒന്നും ഇല്ലാത്തൊരു മെറ്റീരിയലാണ്. അങ്ങനെ ഭയങ്കര വെയിറ്റ് ഇല്ല, പക്ഷെ എന്നാൽ ഒപ്പേക്ക് ആയിട്ടുള്ള, നമുക്ക് തൊടുമ്പോൾ ആണെങ്കിലും സോഫ്റ്റ് ആണ്. ഒരു കോട്ടൺ അല്ല, പക്ഷെ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അത്യാവശ്യം ലെങ്ത് ഉള്ളൊരു കേട്ടനാണിത്. അപ്പോൾ ഇത് ഞാൻ വിൻഡോസിലാണ് ഇട്ടത്. പക്ഷേ വിൻഡോസിന് മാത്രമല്ല, നമുക്ക് ബാൽക്കണിയിൽ വേണമെങ്കിലും, ബാൽക്കണിയിലേക്കുള്ള ഡോറൊക്കെ ആണെങ്കിൽ നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കേട്ടൺ യൂസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണ് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്യുക. അതേപോലെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസും തരിക. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനലിലേക്ക് വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എൻ സ്ക്രീനിലും ഐ ബട്ടണിലും ഞാൻ കുറേ വീഡിയോസും പ്ലേലിസ്റ്റുകളൊക്കെ ഇടുന്നതായിരിക്കും. അതൊക്കെ വാച്ച് ചെയ്യുക. താങ്ക്